ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ നിൽക്കുന്ന മൂന്നാറിൽ നിന്നും ഗിരിവാർ പോകുന്ന വഴിക്കാണ്. ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ആ റൂട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. മൂന്നാറിൽ ഞാനൊരു സോളാറിൻ്റെ വർക്ക് ആയിട്ട് വന്നായിരുന്നു. എന്നാൽ തിരിച്ചു പോകുമ്പം ഇതിലേ പോയിട്ട് നമുക്ക് മാർഗം ചെന്ന് ആ വഴിക്ക് അങ്ങനെ അടിമാലി ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണുകയും ചെയ്യാം. ഇവിടെയൊക്കെ ഒരു ലോറി സ്റ്റാൻഡൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഹിൽ ക്രസ്റ്റ് റിസോർട്ടൊക്കെയാണ്. മുന്നോട്ട് കണ്ടോ, മൂന്നാർ മേഖല കേരളത്തിൽ തന്നെ, നമ്മുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും നല്ല തേയിലത്തോട്ടങ്ങൾ ഈ ലക്ഷ്മി എസ്റ്റേറ്റ് ആണ് കേട്ടോ. അത് നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാം. നേരത്തെ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളതാണേ. മുരിക്ക് പൂത്ത് നിൽക്കുന്ന കേട്ടോ, മുരിക്കുമരം, നല്ല ചുവന്ന പൂക്കളൊക്കെ ആയിട്ട്. ആ മുട്ടക്കുന്ന് കംപ്ലീറ്റ് തേയില ചെടികളാണ് കേട്ടോ. ഇതിൻ്റെ നടുവിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത്. മൂന്നാറിലെ മഞ്ഞവസന്തം തീർത്ത് ഒരുതരം ചെടി ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ. ഈ പൂക്കളൊന്നും അടുത്ത് കിട്ടുന്നില്ല. ഇതാണ് ആ പൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനേ. അവിടെ ഒരു അമ്പലം കണ്ടോ, അതിൻ്റെ അടുത്ത് കുറച്ച് മരം ഇങ്ങനെ നിൽക്കുന്നു നോക്കി, ഇലയൊന്നും അധികമില്ലാതെ. ഒരു മരം മൊത്തം പൂത്തങ്ങനെ നിൽക്കുവാണേ. ഇവിടെ ഒരു പഴയ കെട്ടിടം കാണാം കേട്ടോ. ഇത് റേഷൻ കടയൊക്കെ കൂടെ ഉള്ളതാണേ. അതിൽ അങ്ങോട്ടൊരു റോഡൊക്കെ ലൈൻസിലോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഈ നേരെ കിടക്കുന്ന വഴിക്കാണ് പോകണം കേട്ടോ. അവിടെ എല്ലാം മുരിക്കിങ്ങനെ പൂത്ത് നിൽക്കുന്ന കേട്ടോ, മുരിക്കും പൂവ്. ഇവിടെ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ടേ. തേയിലത്തോട്ടവും പിന്നെ എസ്റ്റേറ്റിൻ്റെ ഭാഗം ഒരു ഹോസ്പിറ്റലാണിത്. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു തേയില ഫാക്ടറിയൊക്കെ ഉണ്ട്. അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു അമ്പലമൊക്കെ ഈ വഴി സൈഡിൽ. അതിനടുത്തൊരു മരം ഇങ്ങനെ ഇലയില്ലാതെ നിൽക്കുന്നു. ഇലയില്ലാത്ത മരങ്ങൾ ഈ വഴിക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിരിവാറയ്ക്ക് പോകുന്ന വിരിവാർ ബംഗ്ലാവിലേക്കുള്ള വഴി നേരെ ഈ വഴിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ തേയിലച്ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ ആ വെള്ളം പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. എന്ത് ഭംഗിയല്ലേ. ഇവിടെയും ഒരു പഴയ ബംഗ്ലാവൊക്കെ കാണാവേ. കുറച്ച് വീടുകളൊക്കെ ഇങ്ങോട്ട് കാണാം. ഇതൊക്കെ ഒത്തിരി പഴക്കമുള്ളതാണ്. ഇവിടെ ഒരു നെടുനീളത്തിലൊരു ഷെഡൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അതിൻ്റെ അടുത്തായിട്ടൊരു അമ്പലമൊക്കെ കാണാവേ. ഈ തമിഴ്ക്കാരുടെയൊക്കെ അമ്പലം കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണേ. ഇത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വെയിറ്റിംഗ് ഷെഡാണ് കേട്ടോ. പണ്ട് ഇതിലേക്ക് ബസ് ഉണ്ടായിരുന്നേ, അന്നേരമുള്ള വെയിറ്റിംഗ് ഷെഡാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലൊക്കെ ലൈൻസൊക്കെയാണേ. ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ റോഡൊക്കെ ഒത്തിരി മോശമായി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന വഴിയുണ്ടോ, അതിൻ്റെ ഓരത്ത് നിൽക്കുന്ന ഈ തേയിലച്ചെടികളുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണേ.
തോട്ടത്തിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാ. ഇതുകൊണ്ട് ആ പൂക്കളെല്ലാം കൂടെ വീണ് ഈ പച്ചപ്പിനിടക്കൂടെ ഇങ്ങനെ കിടക്കുന്ന നോക്കി എന്ത് ഭംഗിയാ കാണാൻ. കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ പഴയ സിമിത്തേരിയൊക്കെ കണ്ടോ. സായിപ്പന്മാരുടെ കാലത്തൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഒത്തിരി പഴക്കമുണ്ട് ഇതിനൊക്കെ കേട്ടോ. നമ്മുടെ ഇടുക്കിയിൽ മറ്റെവിടെയും പോയാൽ ഇതുപോലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റത്തില്ല. ഭംഗിയുള്ള തേയിലത്തോട്ടവും അതിനോടനുബന്ധിച്ചുള്ള പ്രകൃതിയുടെ കാഴ്ചകളും. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് റോഡ് കണ്ടോ. ആന ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. ഇവിടെ താഴെ ഒരു അമ്പലമൊക്കെയാണേ. ഒരു മരമൊക്കെ നിൽക്കുന്നു. ഇവിടുത്തെ മരത്തിനൊന്നും ഇലയില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇതാ ഇവിടെ ഒരമ്പലം കൂടെ. പക്ഷേ ഈ നിൽക്കുന്ന അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന മരത്തിനെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുന്നോട്ടുള്ള വഴിയുണ്ടോ. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കുറച്ച് പഴയ ലൈൻസൊക്കെ കാണാം. ഇവിടെ ഒരു മുരിക്ക് പൂത്തു പോയിപ്പുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അക്കരയ്ക്കൊരു പാലമൊക്കെ കണ്ടോ. ആ പുഴ കടന്നൊരു പാലം കയറി വഴി അങ്ങോട്ട് പോകുന്നുണ്ടേ. പിന്നെ നമ്മുടെ മുമ്പിൽ അതാ വീണ്ടും ഒരു അമ്പലം. ഇവിടെ നമുക്ക് ഒത്തിരി വീടുകൾ കാണാം കേട്ടോ. എല്ലാ ലൈൻസൊക്കെയാണ്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. സായിപ്പന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് തൊഴിലിനായിട്ട് ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ചത് ഇവിടെയൊക്കെയാണ് കേട്ടോ. ഇപ്പോഴും അവരിവിടെയൊക്കെ തന്നെയാണ്. ചില ആൾക്കാരൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. അവരാണ് ഇവിടേക്ക് ഈ അമ്പലമൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങോട്ടൊക്കെ നോക്കിയേ, ഇച്ചിരി മഴക്കാറുണ്ട് കേട്ടോ. അവിടെ ഇച്ചിരി തെളിച്ചം കുറവുണ്ടെന്ന് തോന്നുന്നേ. ഈ ഭാഗത്തൊക്കെ വരുമ്പോഴേ അക്കരെ കണ്ടോ ഒരു നല്ലൊരു വീട് ഇരിക്കുന്നുണ്ടോ. സായിപ്പന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഏതോ സായിപ്പ് താമസിച്ചുകൊണ്ടിരുന്ന വീടാണെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു ബംഗ്ലാവ് പോലെ തന്നെ ഉണ്ട്. അതിന് ചുറ്റും കുറച്ച് ലൈൻസുകളൊക്കെ ഉണ്ട്. പിന്നെ ആ മുകളിലെ തേയിലത്തോട്ടം കണ്ടോ, മലമടക്കുകൾ ഇങ്ങനെ. അങ്ങ് ആ മുകളിലൊരു ബംഗ്ലാവ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങ് നോക്കിയേ. വെളിച്ചക്കുറവാണ്, എന്നാലും കുറച്ച് നമുക്ക് കാണാം. നമ്മൾ റോട്ടിൽ നേരത്തെ കണ്ട ആ ബംഗ്ലാവ് ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴേ അവിടെ ഒരു അമ്പലവും കാണാം, ഒരു ചെറിയ വെള്ളച്ചാട്ടവും കാണാം കണ്ടോ അതിൻ്റെ അടുത്തൂടെ. ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോഴേ അങ്ങ് ദൂരോട്ടൊക്കെ ഒത്തിരി കാഴ്ച കാണാമേ. ഈ ലൈൻസും അതിൻ്റെ അപ്പുറം തേയിലക്കാടും പിന്നെ നമ്മൾ അപ്പുറത്തുനിന്ന് വന്ന ആ റോഡും. അവിടെയൊക്കെ മുകളിലൊക്കെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ടേ. അവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടോ, ലക്ഷ്മി എസ്റ്റേറ്റ്. ലക്ഷ്മി എന്നുള്ളതല്ല, ലക്ഷ്മി എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്നും കണ്ടു നോക്കിയാലോ. ഇതുണ്ടോ, ഇത്ര മനോഹരമാണല്ലേ. ഇവിടെ ഒരു ചെറിയ പുഴയുണ്ട്, പിന്നെ അക്കരെ ഒരു സ്കൂളുണ്ട്. ഇവിടെ കാണുമ്പോൾ എനിക്ക് ആ ചൂരൽമലയില്ലേ നമ്മളെ വയനാട്ടിലെ, അതാണ് ന്യൂസിൽ കൂടെ ഒക്കെ കണ്ടിട്ട് ഓർമ്മ വരുന്നത്. പുഴയുടെ തീരത്തൊരു സ്കൂളുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഇതുപോലെ അല്ലേ. അത് ഹൈസ്കൂളായിരുന്നു, ഇത് LP സ്കൂളായിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ വഴി ചോദിക്കാൻ ഒരു അണ്ണനെ കണ്ടേ. അണ്ണൻ്റെ പേരെന്നാ? ഗണേശ്. എങ്ക താമസം? സൗത്ത്. ഈ എസ്റ്റേറ്റിലെ ജോലിയാ? ഞാനേ വിരുവാരക്ക് പോണം. അപ്പഴേക്ക് പിന്നെ മെയിൻ റോഡിൽ പോയിട്ട് അടിമാലിക്ക് പോണം. അത് പക്കമാ? ഈ വഴി തന്നെ പോലെ കല്ലാറിൽ പോയാൽ പോകും. ഓക്കെ, താങ്ക് യു. ശരി എന്നാ. അപ്പോൾ അണ്ണനോട് വഴിയൊക്കെ ചോദിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വഴിക്കൊക്കെ നമുക്ക് ഒത്തിരി നല്ല കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ടോ, ഒരു മൺപാലം പോലത്തെ. മൺപാലമല്ല, കോൺക്രീറ്റ് പാലമാണേ. ഇതൊക്കെ ഒത്തിരി വർഷം മുമ്പേ നിർമ്മിച്ചതാണ്, എന്നിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ, അതാണ് ഭയങ്കരം. അക്കരയിലെ നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. അവിടെ കൊളുന്തൊക്കെ എടുക്കുന്നുണ്ടേ, നിറച്ചും പണിക്കാറുണ്ട് അവിടെ. ഇവിടുന്ന് മുന്നോട്ട് വഴി കിടക്കുന്നുണ്ടാവും, കുറേ ദൂരം നല്ല നേരെ വഴി കിടക്കുന്ന കേട്ടോ.
രണ്ട് സൈഡിലും കുറേ മരങ്ങളും മുരിക്കുംപൂവും ഇങ്ങനെ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകളാണ്. നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഒരു പുഴ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ആ പുഴയുടെ ഒരു ഉത്ഭവം ഇതാ ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെ നിന്നാണ് ആ പുഴ ഇങ്ങനെ ഉത്ഭവിച്ച് ഇതാ ഇതിലേ വന്ന് താഴോട്ട് മൂന്നാർ ഭാഗത്തേക്ക് ഒഴുകി പോകുന്നത്. ഇവിടെയും ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടോ. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് 1998-99 ഇതിൻ്റെ മുകളിലൊക്കെ ഒത്തിരി ലൈൻസൊക്കെ ഉണ്ട്. അങ്ങോട്ടുള്ള വഴിയാണ് ഇത്. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഓ, നമ്മളാ വന്ന ആ ഒരു ഭാഗം ഇതൊക്കെ കേട്ടോ. ഇവിടെ ഒരു ലൈൻസ് പോലെ ഒരു കെട്ടിടമുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെയും ഉണ്ട് കേട്ടോ ഒരു അമ്പലം, ഒരു മരമൊക്കെ ആയിട്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ഇനിയും കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു കാഴ്ചയൊന്നും കിട്ടുന്നില്ലായിരുന്നേ. പിന്നെ കാലാവസ്ഥ മൊത്തം ഇപ്പോൾ ഇരുണ്ടിങ്ങനെ കിടക്കുന്ന കാരണമേ ഒരു ഭംഗിയില്ല കേട്ടോ. പക്ഷെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ റെഡിയാവും തോന്നുന്നു. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കി. എന്നാ ഒരു ഭംഗിയല്ലേ. അവിടെയൊക്കെ ഒരുപാട് ലൈൻസുകൾ നമുക്ക് കാണാവേ. ആ മലയുടെ ഇടുക്കിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടോ. ചെറിയൊരു വെള്ളച്ചാട്ടം. ഒരുപാട് ഭംഗിയാണ് അത് കാണാൻ. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വരാൻ തുടങ്ങിയേ. നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കിയാലോ. ഇപ്പം കണ്ടോ വെയിലൊക്കെ അടിക്കുമ്പോൾ അവിടെയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഈ മുരിക്കുംപൂവിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഇവിടെ എല്ലാം ചുവന്നിങ്ങനെ നടക്കും നോക്കി. താഴെ കയ്പങ്കാടി മഞ്ഞ കളറിൽ പൂത്ത് കിടപ്പുണ്ട്. അതിനെക്കാട്ടി ബെറ്റർ മുരിക്കുംപൂവാണ് കേട്ടോ. ആ ചുവപ്പ് കളറും. ഇവിടെ എസ്റ്റേറ്റിൻ്റെ ഒരു കെട്ടിടമൊക്കെ നമുക്ക് കാണാം. ഇതാ മുകളിലേക്ക് കുറേ ലൈൻസൊക്കെ ഉണ്ട്. ഒരു മരം നിൽക്കുന്നുണ്ടോ അതിന് നടുക്ക് ഇലയില്ലാതെ. ഇവിടെ തറയൊക്കെ കണ്ടോ. തേയിലൊക്കെ പറിച്ചോണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടേ ഇവിടുന്ന് തൂക്കിയെടുത്തോണ്ടൊക്കെയാ പോകുന്നു കേട്ടോ. തേയില മലയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക തോന്നുവേ ഇത് കണ്ടു കഴിഞ്ഞാൽ. ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ അങ്ങ് ദൂരെ ഒരു കാഴ്ച കാണാം കേട്ടോ. അവിടെ ആ തേയില ഫാക്ടറി ഒക്കെയാണ് കാണുന്നത്. പിരിവാറ തേയില ഫാക്ടറി. അവിടെ ഒത്തിരി സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട്. അവിടെ അടുത്ത് ചെന്നാലേ കാണത്തുള്ളൂ. ഇവിടെയൊക്കെ കുറേ യൂക്കലിപ്റ്റസ് മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇവിടുന്ന് മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കണ്ടോ. അവിടെ ആ തേയില ഫാക്ടറി, ആ മലയിൽ കൂടെ മഞ്ഞിങ്ങനെ ഓടി ഓടി പോകുന്ന കണ്ടോ. മൂന്നാറിലേക്ക് പോവാണേ. നല്ല തേയില ഉണങ്ങുന്ന നല്ല മണമൊക്കെ വരുന്നുണ്ടേ. നമ്മൾ വന്ന വഴിക്ക് തിരിഞ്ഞു നോക്കിയേ. അതിൻ്റെ ഒരു കാഴ്ച വേറെ കേട്ടോ. ഇതിലൊരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അവിടെ ഒരു ചെറിയ പാലം. രണ്ട് പട്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഒരാൾ എണീറ്റ് കിടക്കുക. അക്കരെയൊക്കെ ഈ ഫാക്ടറിയുടെ വകയുള്ള വിറക് വരെയൊക്കെയാണെന്ന് തോന്നുന്നു. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ടീ ഫാക്ടറിയാണ്. അവിടെ ലക്ഷ്മി എസ്റ്റേറ്റിന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മനോഹരമായൊരു വീടൊക്കെ ഉണ്ട്. അമ്പലമാണേ, വീടല്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. നോക്കി, നല്ല മഴ, നല്ല മഴയാണ്. ഇവിടെ ഇതാ നല്ലൊരു മനോഹരമായൊരു പള്ളിയൊക്കെ കാണാം കേട്ടോ. കുറേ ദൂരം വരുന്നതിൻ്റെ ഇടയ്ക്ക് പള്ളിയൊന്നും ഇല്ലായിരുന്നേ. എന്നാൽ ഇവിടെ ഈ ടീ ഫാക്ടറിയുടെ അവിടെ വന്നപ്പോൾ ഒരു പള്ളിയൊക്കെ കാണാൻ പറ്റി. ഈ കാണുന്ന ഒരു ചായക്കടയാണേ. അവിടെ കയറി ഞാൻ ഒരു ചായയൊക്കെ കുടിച്ച്. മഴ നിൽക്കുന്നില്ല. ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണേ. കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാം. പിന്നെ ഇതൊരു റേഷൻ കടയൊക്കെ ഇവിടെ കൂടിയുള്ളൊരു കെട്ടിടമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഇതെന്താണ്, അമ്പലത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കും ഇത്. ഇവിടെ അമ്പലങ്ങളിൽ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് കണ്ടല്ലോ. ഈ ഒരു മേഖലയൊക്കെ കണ്ടോ, മഞ്ഞൊക്കെ ഇറങ്ങി മഴയൊക്കെ പെയ്ത് ഇതാ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടൊരു റോഡൊക്കെ കാണാം. വന്ന വഴിക്കുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു അമ്പലം ഇവിടെ കാണാം കേട്ടോ. ശ്രീ സിംഹാസന മഹാരാജ അമ്പലം എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഒരു രാജാവിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കുണ്ടോ. നമ്മൾ വന്ന വഴി അമ്പലം ഒത്തിരി കണ്ടു, പള്ളി ഒരെണ്ണേ കണ്ടുള്ളൂ. നമ്മൾ വന്ന വഴി കണ്ടോ, പിന്നെ ഭംഗിയാന്ന് നോക്കിയാൽ
നമ്മൾ നേരത്തെ കണ്ടൊന്നും അല്ല തേയിലത്തോട്ടം കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു പകിട്ടും പവറും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. മഞ്ഞ് കയറാൻ തുടങ്ങി കേട്ടോ. അവിടേക്കൊക്കെ നല്ല രീതിക്ക് മഞ്ഞ് ഓടി ഓടി കയറുന്നുണ്ട്. ഇതിലൊന്നും ഇങ്ങോട്ട് കയറരുതെന്നൊക്കെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടേ. ഇതിലേനി കുറച്ച് ദൂരം കൂടെ പോകണം കേട്ടോ നമുക്ക് മെയിൻ റോഡിലോട്ട് ചെല്ലാനായിട്ട്. നമ്മളിപ്പോൾ പഴയ രാജപാതയിലെ കൂടെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ ഒരു കടയും വീടും ഒക്കെ കൂടെ ഉണ്ട്. ഒരു മരം ഒടിഞ്ഞു പോയ കുറ്റിയൊക്കെ നിൽക്കുന്നുണ്ടോ. മുകളിൽ എന്തൊക്കെയോ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതാ ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞ് കിടക്കുന്നു നോക്കിയാൽ. ഇവിടെ മണ്ണിനൊന്നും ഒരു ഉറപ്പില്ല കേട്ടോ. ഇതൊരു എസ് വളവാണ്. ഇതിലൊരു വളവ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു എസ് വളവ് കോളനി എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. നല്ല കാറ്റും ഉണ്ട് ഇവിടെ. അപ്പോൾ മുകളിൽ കുറേ വീടുകളൊക്കെ കാണുമായിരിക്കും. പിന്നെ ഈ വഴിക്ക് ഒരു റിസോർട്ടിൻ്റെ ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട്. നമ്മൾ പോകേണ്ട ഈ വഴി കേട്ടോ. എസ് വളവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നല്ലൊരു എസ് വളവ് തന്നെയാണ് താഴോട്ടെ. അവിടെ കൂടെ വണ്ടിയൊക്കെ കയറി വരുന്നുണ്ടോ. അവിടെയൊക്കെ കണ്ടോ മഞ്ഞ് കയറുന്നുണ്ടോ. മഞ്ഞ് കയറുന്ന മാത്രമല്ല ആ തിണ്ടേ കൂടെ ഒക്കെ വീടുകൾ ഇരിക്കുന്നുണ്ടോ. ഈ മണ്ണിനൊക്കെ തീർത്ത് ഉറപ്പ് കുറവാണ് കേട്ടോ. സ്ലിപ്പായി പോകില്ല എന്നാണ് വിചാരിക്കുന്നത്. മുകളിലൊക്കെ ആ ചുവന്ന മണ്ണുണ്ട്, അതുപോലത്തെ ഒരു മണ്ണാണ് ഇവിടെ. ഇവിടെയൊക്കെ ഇനി ഏലത്തോട്ടമാണ് കേട്ടോ. ഇതുകൊണ്ടോ ഫെൻസിങ് ലൈൻ ഇട്ടിരിക്കണ്ടോ. ആനയൊക്കെ ഉള്ളൊരു ഭാഗമായതുകൊണ്ട് ഫെൻസിങ് ഉണ്ടേ. താഴോട്ട് നല്ല ഏലത്തോട്ടമൊക്കെയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ മരമൊക്കെ കണ്ടോ. എന്നാ വലിപ്പം നോക്കി. ഇവിടെ വന്നപ്പോൾ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. ഈ വഴിക്ക് നമ്മൾ പോകണ്ടേ. ഇവിടെ ഇത്ര ദൂരത്തിലാണ് കല്ല് കെട്ടിയേക്കുന്നതെന്ന് നോക്കിയേ. അങ്ങ് താഴെങ്ങാണ്ട് റിസോർട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഒരു മേഖലയായിരിക്കും ഇത് മൊത്തം. ശരിയാണ്, ഇവിടെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ. താഴോട്ടാണ് വഴിയേ. അതാണ് അവിടെ രണ്ട് മാനിനെയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. മാങ്കുളത്തിൻ്റെ മാൻ. പുളിമൂട്ടിൽ എസ്റ്റേറ്റും ഒക്കെയാണ് താഴെ. അവരുടെ എസ്റ്റേറ്റാണ് താഴോട്ട്. ഈ വഴി അങ്ങോട്ട് പോകുന്നത്. ഇവിടെയൊക്കെ ഇത് കണ്ടോ. ഇങ്ങനെയൊക്കെ ഉരുളുപൊട്ടൽ തുടങ്ങുന്നു കേട്ടോ. ആ മാവൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ്. നല്ല മഴ പെയ്ത് എല്ലാം കൂടെ താഴോട്ട് പോകും. പെട്ടെന്ന് ഇവിടുന്ന് നമുക്ക് വിട്ടുപോവാം. കുറച്ചൊക്കെ വന്നപ്പോഴേ പക്കാ വിജനമായ സ്ഥലമാണ് കേട്ടോ. നോക്കിയേ, അങ്ങേറ്റത്തങ്ങാട് ചെറിയ കെട്ടിടം കാണുന്നുണ്ടേ. ഇവിടെയൊക്കെ റോഡൊക്കെ പോയി മുകളിൽ നിന്ന് മരമൊക്കെ ഒടിഞ്ഞ് ആടി. ഈ ഒരു സൈഡിലേക്ക് ഏലത്തോട്ടമാണ്. പക്ഷേ ഇത് നോക്കിയേ, ഇവിടുത്തെ ഒരു ഭീകരത ഉണ്ടോ. അങ്ങനെ ആ കാടിൻ്റെ വിജനയിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് വന്നേ. ശരിക്കും പറഞ്ഞാൽ അതിലെ വന്നപ്പോൾ ഒരു ചെറിയ പേടി പോലെയൊക്കെ തോന്നിയായിരുന്നു. ഇരുണ്ട കാട്, വണ്ടിയൊന്നുമില്ല, ആളുമില്ല, ഒന്നുമില്ല. അങ്ങനെ കണ്ടപ്പോൾ ഇതാ നല്ല തെളിഞ്ഞ സ്ഥലത്തേക്ക് ലക്ഷ്മി എസ്റ്റേറ്റ് ബോർഡ് കണ്ടോ. താഴോട്ട് അതിവിശാലമായ തേയിലത്തോട്ടങ്ങൾ. കുറേ നേരം കാടെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ വെളി വന്നു. ഇവിടെ ഒരു ഫലകമൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടെങ്ങോ വെച്ചതാണ്. 1991 വെച്ചാണ്. ടാറ്റ ടീ ലിമിറ്റഡ്, ലക്ഷ്മി എസ്റ്റേറ്റ്, ഗിരിപാറ എക്സ്റ്റേഷൻ പ്ലാന്റിങ്, ഇനാഗുറേറ്റഡ് ബൈ കാരൻ മാനേജിംഗ് ഡയറക്ടർ ടാറ്റ ടീ ലിമിറ്റഡ് ഓൺ 6 മാർച്ച് 1991. നമുക്കിവിടെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഭംഗിയുള്ള കാഴ്ച കാണാം കേട്ടോ. തേയില ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. നോക്ക് എന്നാ ഭംഗിയെന്ന് നോക്കി. അതിൻ്റെ കൂടെ മഞ്ഞും മരങ്ങളും. താഴെ 1-2 വണ്ടിയൊക്കെ കിടപ്പുണ്ടേ. നല്ലപോലെ മഞ്ഞിപ്പോൾ ഇവിടെ വന്ന് കയറും തോന്നും. നമ്മളെ മുകളിൽ നിന്ന് കാണുന്ന പോലത്തെ ഒരു ഭംഗിയല്ല. കുറച്ചും കൂടെ താഴോട്ട് വന്നു കഴിയുമ്പോഴേ എന്തോ ഇവിടെ ഓരോ വ്യത്യസ്തമായ കാഴ്ചകളാണ്. നമ്മൾ ഈ റോട്ടിൽ വന്നു കഴിയുമ്പോൾ തേയിലച്ചെടികളുടെ ഒരു ഭംഗിയുള്ള കാഴ്ച കേട്ടോ. നമ്മളെ ഏലപ്പാറ റൂട്ടിലൊക്കെ പോകില്ലേ, അതിനെക്കാട്ടും മനോഹരമായ കാഴ്ചയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടോ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഭാഗം നോക്കിയാൽ മുകളിലെല്ലാം വനമാണ്. വനം എന്ന് പറഞ്ഞാൽ ഏലത്തോട്ടമാണ് ഒരു ഭാഗമെല്ലാം. പിന്നെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളി തേയിലത്തോട്ടവും. ഇതിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് വർണ്ണിക്കുക. അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. ഇത് അവിടെ നിന്നെല്ലാം മഞ്ഞിങ്ങനെ ഓടി ഓടി കയറി വരുവാണേ. ഈ മുകളിലൊരു പാറ ഇരിക്കുന്നുണ്ടോ.
മഞ്ഞ് കാരണം ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഈ മലയിടുക്കിൽ നിന്നൊരു ചെറിയ വെള്ളച്ചാട്ടം ഇതാ വീണ്ടും കാണാൻ ഒത്തിരി ഭംഗി. ഇവിടെ സ്കൂട്ടർ അവിടെ ചെയ്തിങ്ങനെ ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്തിരിക്കാവനെ. നമ്മൾ നേരത്തെ അപ്പുറം ഒരു തറ കണ്ടില്ലേ, ആ തറ തേയില ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ പറിച്ചുകൊണ്ട് വെച്ചേക്കുന്നുണ്ടോ അവർ. കുറച്ച് കഴിയുമ്പോൾ വണ്ടി വരുന്നത് എടുക്കാനായിട്ട്. ഇവിടെ നല്ല കാറ്റാട്ടോ, നല്ല കാറ്റ്, നല്ല തണുപ്പ്, മഞ്ഞ് എല്ലാം ഉണ്ട്. ഈ മുകളിലേക്കൊക്കെ ലൈൻസിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. തേയിലക്കുളത്തൊക്കെ പറിച്ചുകൊണ്ട് വരുന്നതാണോ. ഇതുപോലൊരു മേഖല ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. എന്നാ ഒരു വൈബാന്ന് നോക്കും ഇവിടെയൊക്കെ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ കണ്ടോ ഒരു വെള്ളച്ചാട്ടം കാണാവേ. അതിനിടയ്ക്ക് കൂടെ ഒരു വെള്ളച്ചാട്ടം കണ്ടു, വിരിവാറ വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മഞ്ഞില്ലായിരുന്നെങ്കിലേ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. താഴോട്ട് റോഡൊക്കെ ഒരുമാതിരി ഓഫ് റോഡ് പോലത്തെ റോഡാണ്. പക്ഷെ കുറേ താഴ്ച ചെന്ന് കഴിഞ്ഞാൽ നല്ല റോഡ് കിട്ടുമെന്ന് തോന്നുന്നു. കുറേ വളവുകൾ ഇറക്കമൊക്കെയാണ്. അങ്ങനെ അതിലെല്ലാം റോഡ് കാണാം. ഇങ്ങോട്ട് വന്നപ്പോഴേ റോഡ് മോശമായി കേട്ടോ. ഇവിടെ എവിടെ ക്യാമറയ്ക്ക് ഫ്രെയിം വെച്ചാലുമേ അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടെ വന്നപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ മാറി കേട്ടോ. അവിടെ ഒരു കുളമാണെന്ന് തോന്നുന്നു. തേയില നനയ്ക്കാനുള്ള, ചെടി നനയ്ക്കാനുള്ള വെള്ളമൊക്കെ സംഭരിക്കുന്നതാണെന്ന് തോന്നുന്നു അവിടെ. അക്കരെ കൂടെ നല്ല മഞ്ഞിൻ്റെ ഓട്ടമാണേ. ഈ ഭാഗത്തൊക്കെ നല്ല ഒരു ഭയങ്കര ഭംഗിയുള്ള കാഴ്ച എന്നൊക്കെ പറയാം. വന്നപ്പോഴേ എൻ്റെ പുറകിലായിട്ട് ഇവിടെ കണ്ടോ ഒരു മരമൊക്കെ ആയിട്ട് കുറച്ചൊരു കല്ലൊക്കെ ഇങ്ങനെ. ഇവിടെ നല്ലൊരു ഇതുണ്ട് കേട്ടോ. എന്നോട് പണ്ടെടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെ പഞ്ചപാണ്ഡവർ വന്ന് ഇരുന്നിട്ട് പോയ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ കുറേ കല്ലൊക്കെ ഇങ്ങനെ ഇരിപ്പിടം പോലെ കുറച്ച് കല്ലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം അല്ലേ. അവൻ വെറുതെ പറഞ്ഞാണോ നേര് പറഞ്ഞാണോ നമുക്കൊന്നറിയാമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെയല്ല, ഇത് തേയിലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ തൂക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർ ചുമ്മാ പറഞ്ഞായിരിക്കും പഞ്ചപാണ്ഡവർ വന്നിരുന്നെന്നൊക്കെ അല്ലേ. പക്ഷേ ഇവിടെ അതുപോലുള്ളൊരു വൈബുണ്ട് കേട്ടോ. കുറച്ച് കല്ലുകൾ ഇങ്ങനെ ഇരിപ്പിടം പോലെയൊക്കെ കണ്ടോ ഇരിക്കുന്നത്. അത് കാണുമ്പോൾ അത് കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞതായിരിക്കും. അത് നല്ലൊരു മരമുണ്ട്. ഈ മരത്തെ ഇപ്പോൾ പൂവില്ല കേട്ടോ. ഓ, അങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ചകളെന്ന് പറഞ്ഞാലേ ഒരു ഒന്നൊന്നര കാഴ്ച കേട്ടോ. ഇതാ അവിടെയൊക്കെ മഞ്ഞ് കയറുന്നു. നമ്മളാ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. നമ്മൾ മോളിൽ കണ്ട ഒരു കാറുണ്ടായിരുന്നു. ആ കാറിപ്പോൾ അതിലേ വരുന്നുണ്ടേ കണ്ടോ. അവിടെ ഒരു പാറ കണ്ടോ. അതിനിപ്പോൾ എന്താ പറയുക അല്ലേ, അതൊരു തോണി പോലെയൊക്കെ ഇരിക്കുന്നപോലെ തോന്നുമല്ലേ കണ്ടാൽ. തോണിപ്പാറയോ എന്താ പറയുക. ഇത് ആ സൈഡിൽ നിന്നൊക്കെ ആനയൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നതാണ്. ഇവിടെ എല്ലാം കുറേ ആനത്താരകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കാണാം. തേലിച്ചെടിക്ക് മരുന്നടിക്കാനും വെള്ളം ഒഴിക്കാനും ഒക്കെ ആയിട്ട് കൊണ്ട് വെള്ളം ശേഖരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ചെറിയ പാലം കാണാം കേട്ടോ. അതിനടിയിൽ കൂടെ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടേ. വേനൽക്കാലത്ത് ഒന്നും കാണത്തില്ല, മഴക്കാലത്ത് മാത്രമുള്ള പുഴകളാണ് ഇതൊക്കെ. വിരിവാറ ഡിസ്പെൻസറി ചെയ്തു കേട്ടോ. ഇത് എസ്റ്റേറ്റിലെ ഒരു ആശുപത്രിയാണ്. ആ പുഴ ഒഴുകി വരുന്ന നോക്കിയാൽ താഴോട്ട് പോകുന്നതാണോ പിന്നെ ഭംഗിയാന്ന് നോക്കിയോ കാണാനായിട്ട്. ആ മലയുടെ മണ്ടേന്നാണ് കേട്ടോ ആ പുഴ ആരംഭിച്ച് വരുന്നത്. എന്നിട്ടാണ് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ താഴോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. ഇന്ന് ഒത്തിരി അമ്പലം കണ്ടു നമ്മൾ വന്ന വഴിക്ക്. ഈ താഴോട്ട് കണ്ടോ വഴി. അങ്ങ് അവിടെ ആയിട്ടൊരു വെള്ളച്ചാട്ടം കാണാം. വിരിവാറ വാട്ടർഫാൾസ് ആണ് കാണുന്നത്. വിരിവാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താറായി. ഇവിടെ വിരിവാറ ബംഗ്ലാവ് ഉണ്ട്. വന്നപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് അത്ര തന്നെ. വേറെ ഞാനങ്ങ് മൂന്നാറിന് വന്നോ. ആ ഞാൻ മാങ്കുളം പോയി ഇറങ്ങിയിട്ടേ അങ്ങനെ പോകാമെന്ന് ചോദിച്ചു. കുറേ ദൂരം ഉണ്ടോ താഴോട്ട്? താഴോട്ട് കുറേ ദൂരം ഉണ്ടോ? ദൂരം ഉണ്ടോ താഴോട്ട്? ആ 5 കിലോമീറ്റർ ഉണ്ടോ? അല്ല മറ്റേ മെയിൻ റോഡിലേക്ക്. ആ അവിടേക്ക് എത്രയുണ്ട്? വിരിവാറത്ത് എത്ര? 2-3 കിലോമീറ്റർ ഉള്ളൂ അല്ലേ. ആ അവിടെ ഒരു സംഭവം കണ്ടോ. ആ മരത്തേൽ പെട്ടെന്ന് വിചാരിക്കും നമ്മൾ വവ്വാലാണേ. പക്ഷെ വവ്വാലൊന്നും അല്ല, അത് ആ മരത്തിൻ്റെ പൂവെല്ലാം ഉണങ്ങി കിടക്കുന്ന കേട്ടോ. ഞാൻ ദൂരെ നോക്കി വവ്വാൽ തൂങ്ങി കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഓ അവിടെയൊക്കെ മഞ്ഞ് കയറുവാണേ. മഞ്ഞ് കയറുന്ന കാഴ്ചകൾ ഇഷ്ടംപോലെ കാണാം കേട്ടോ. ഇതാ വിരിവാറ ഭാഗമൊക്കെ നോക്കി
ആ ഒരു സൈസ് മരം ഇവിടെ എല്ലാം ഉണ്ട്. ഇതാ താഴെ ഉറന്നിക്കുന്നു. ആ ഒരു മേഖല കണ്ട അവിടെ മുഴുവൻ ആ എസ്റ്റേറ്റ് കൂടെ മുഴുവൻ കല്ലാണ്. മൂന്നാറിനൊക്കെ പോകുന്ന ജീപ്പുകളാണ്. ആ തേയിലത്തോട്ടത്തിനുള്ളിലേ നമ്മൾ എന്താ പറയുക, ഈ ചിത്രപുരം 2-ാം മൈൽ വഴിക്കൊക്കെ മൂന്നാറിലേക്ക് വരുമ്പോൾ അവിടെ ഇതുപോലെ തന്നെ തോട്ടത്തിൽ മുഴുവൻ പാറയാണ്. അവിടെ ഒത്തിരി ആൾക്കാരൊന്നും ഇപ്പം കുളന്തൊക്കെ എടുക്കുന്നുണ്ട്. ഇവർക്ക് കാപ്പി കൃഷിയുണ്ട് കേട്ടോ. കാപ്പിയുണ്ട്, കൊടിയുണ്ട്. ഇത് എല്ലാം കാവേരി കാപ്പി, അറബി കാപ്പിയൊക്കെയാണ്. നമ്മൾ മുകളിൽ നിന്നുണ്ട് ആ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ. ഇതിൻ്റെ താഴെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടേ. അതിനൊരു നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇറങ്ങി പോകാനായിട്ട്. നോക്കാം എങ്ങനെ ഉണ്ടോ. തിരുവാറ വാട്ടർഫാൾസ് വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടായിരുന്നേ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റേ ഉള്ളൂ. നമുക്കിവിടെ ഒന്നും ഇപ്പോൾ റേഞ്ച് ഇല്ല കേട്ടോ. പിന്നെ ചേഞ്ചും ഇല്ല. അപ്പം തൽക്കാലം ആ കാഴ്ച നമ്മൾ വേണ്ടെന്ന് വെച്ചു. പോയേക്കാം. ഈ വെള്ളം അങ്ങ് താഴെ പോയി താഴോട്ട് പതിക്കുന്നൊരു കാഴ്ചയാണേ. കണ്ടോ, മുകളിൽ നമ്മൾ കണ്ട പുഴയത്. അതിങ്ങനെ ഈ ചെറിയ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി ഒഴുകി അങ്ങ് താഴോട്ട് പോവേ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടേ. ആ കാണുന്ന അല്ല വിരിവാറ വെള്ളച്ചാട്ടം കേട്ടോ. നമ്മൾ പുറകിൽ കണ്ടില്ലേ, അതാണ് വിരിവാറ വെള്ളച്ചാട്ടമേ. പക്ഷെ അവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഈ ഫോണിന് റേഞ്ചില്ല. പിന്നെ എങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും? പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ മേടിക്കത്തില്ല. അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. പോട്ടെ, നമുക്ക് പിന്നെ എപ്പോഴേലും വരുമ്പം കയറാം. ഈ ഒരു മേഖലയൊക്കെ ഫുള്ള് ഫോട്ടോ പോയിൻ്റാണ് കേട്ടോ. നോക്കിയേ, ഇവിടെയൊക്കെ ഒന്ന് ആൾക്കാർ ഇഷ്ടംപോലെ ഇങ്ങനെ ഫോട്ടോ എടുക്കുവേ. ഇപ്പം ഗസ്റ്റുകളൊക്കെ കുറവായതുകൊണ്ടാണ്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു ഇത് കണ്ടോ, ആ തേൽച്ചെടികളുടെ ഒരു ലൈനിങ് എങ്ങനെയുണ്ട്. ഇവിടുന്ന് നമുക്ക് കുറച്ച് താഴ്വാരം കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, നമ്മൾ റോഡിൽ പോകേണ്ട വഴി ആ വഴിക്കാണ് ജീപ്പ് പോകുന്നത് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ടേ. നമുക്കിവിടെ ആ വെള്ളച്ചാട്ടം കണ്ടോ, അതൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ. നമ്മളങ്ങ് മോളിൽ നിന്ന് പോലെ കാണാൻ തുടങ്ങിയൊരു വെള്ളച്ചാട്ടം അതെ. ഇവിടെ വന്നപ്പോൾ വെള്ളച്ചാട്ടവും ഈ താഴത്തെ ആ മനോഹരമായ തേയിലത്തോട്ടങ്ങളെല്ലാം കൂടെ കുറച്ചുകൂടെ നമുക്ക് അടുത്ത് കിട്ടി കേട്ടോ. ഇവിടെ ഈ കല്ലിൻ്റെ പൊത്തിക്കോടെ വെള്ളം വരുന്നുണ്ടോ. വലിയൊരു പാറയാണ് കാടിന് നടുക്കിരിക്കുന്നത്. ഇവിടെ വെള്ളം വരുന്നത് അങ്ങനെ വന്നിട്ട് വെള്ളം ഒരു ചെറിയ പാളായിട്ട് വന്ന വീഴുവാണ്. അത് താഴോട്ടൊഴുകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാവേ. മഴ കുറവായിട്ടാ, അല്ലെങ്കിൽ കേട്ടോ നല്ല വെള്ളച്ചാട്ടമായിരിക്കും. ഈ മലകൾക്കിടയിൽ കൂടെ ആ റിസോർട്ടൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. നമ്മളവിടെ കണ്ട പാറയുടെ പൊത്തിൻ്റെ വെള്ളം വരുന്നുണ്ടോ, അതിൻ്റെ ഒരു കാഴ്ച ഉണ്ട് ഇവിടെ. അവിടെ ഒരു കാറ് വന്ന് നിർത്തിയിട്ടുണ്ടേ. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ. ഈ കാഴ്ചകൾ ഇതിലൊക്കെ വരണം കേട്ടോ, ഈ കാഴ്ചകൾ കാണാനായിട്ട്. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മളതിനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ പാറകൾക്കൊക്കെ എന്തൊരു അഴകാന്ന് നോക്കി. ആ കറുപ്പും പച്ച നിറവാ തേയിലയുടെ ഇടയ്ക്കായിട്ട് ഈ കറുത്ത പാറ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഇവിടെ ഒരു ഒറ്റപ്പെട്ടൊരു പാറ നിൽക്കുന്നുണ്ടോ. ഇതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് നല്ല കാഴ്ചയുണ്ട് കേട്ടോ. ആ തേയിലച്ചെടി അവിടെ ഒരു റൗണ്ടപ്പായിട്ട് കിടക്കുന്നുണ്ടോ, നല്ല റൗണ്ട് പോലെ. അതങ്ങനെ അവർ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നോക്കുമ്പം ആ റിസോർട്ടൊക്കെ അടുപ്പിച്ചടുപ്പിച്ചിരിക്കുന്നുണ്ടോ. മൂന്നാറിലൊക്കെ തിരക്ക് കൂടുമ്പോൾ ഇങ്ങോട്ട് ആൾക്കാർ കൂടുതൽ വരുന്നു കേട്ടോ. നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തി കേട്ടോ. കല്ലാറ് അടിമാലിയൊക്കെ ഇങ്ങോട്ട് ഇടത്തോട്ട്, മാങ്കുളം നേരെ. അപ്പോൾ നമുക്ക് ഇടത്തോട്ട് പോവാം. ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ് കേട്ടോ. നമ്മളാ മോളിൽ കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. അത് മാങ്കുളം പോണ വഴി. നമ്മളതാ അടിമാലി കല്ലാറൊക്കെ ഈ വഴിക്ക് പോകണം. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണിത് കേട്ടോ. ഇതിലേ പോയാൽ മൂന്നാർ ചെല്ലും. 30-35 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ വിരിപാറ. ഇതാ ഇവിടെ വിരിപാറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
നമ്മൾ മൂന്നാറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് വിരിപാറ. അതൊരു ഫോറസ്റ്റ് സ്റ്റേഷനാണേ. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങ് വന്നപ്പോൾ നമ്മളിന്ന് പള്ളി കണ്ടതൊക്കെ കുറവല്ലേ. ഇവിടെ മാതാവിൻ്റെ സബ്സ്റ്റാൻസ് പുണ്യാളിൻ്റെ ഒരു പള്ളിയുണ്ടേ. മാതാവും ഉണ്ട്, സബ്സ്റ്റാൻസ് പുണ്യാളിനും ഉണ്ട്. നല്ല ഭംഗിയല്ലേ ആ പള്ളി കാണാൻ. വഴിയിലൊരു കുരിശും തൊട്ടി. ഇവിടെ ചെറിയ പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. 8 നോയമ്പ് പെരുന്നാളായിരുന്നേ. അങ്ങനെ നമുക്കൊരു ആനവണ്ടി കാണാൻ പറ്റി. വിരിപാറ വെള്ളച്ചാട്ടം ഒഴുകി ഇതാ ഇവിടെ എത്തി കേട്ടോ. ഇതാ ഒരു പുഴ ഇങ്ങനെ അവിടുന്ന് സ്പീഡിൽ വന്നു. നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല, എങ്കിലും ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി. ഇപ്പുറം വന്ന് നമ്മൾ വീണ്ടും ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അതിന് മുകളിലൊക്കെ റിസോർട്ടുകളുണ്ട് കേട്ടോ. ഹോം സ്റ്റേ റിസോർട്ടൊക്കെയാണെന്ന് തോന്നുന്നു. ഇതാ അവിടെ കണ്ടോ, ഇങ്ങോട്ട് വിൻഡോ ആയിട്ടുള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട്. ആ കാടൊക്കെ കണ്ടോ, അതിൻ്റെയൊക്കെ മണ്ട കൂടെ നമ്മൾ ഇറങ്ങി വന്നു കേട്ടോ. അങ്ങനെ നമുക്കൊരു ബസ് കാണാനില്ല കേട്ടോ. നമ്മൾ കല്ലാറ്റിൽ നിന്ന് മാങ്കുളം ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് നമുക്ക് കാണാവേ. സ്വാഗതം മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ ഈ വഴിക്കാണ് നമ്മൾ മാങ്കുളം പോകേണ്ടത്. മാങ്കുളം പോകുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് ലക്ഷ്മി എസ്റ്റേറ്റ് ഒക്കെ കിട്ടും. അതിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോകാവേ. ഇതുകൊണ്ട് ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിടങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതുകൊണ്ട് ഹട്ടൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ടൂറിസം വികസനമായിട്ടുണ്ട്. ഈ വഴി ഇനി നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലാറ് ചെല്ലും കേട്ടോ. കല്ലാറ് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇടത്തോട്ട് മൂന്നാറിന് പോകാം. വലത്തോട്ട് പോയാൽ അടിമാലി ഭാഗത്തേക്കും എറണാകുളം ഭാഗത്തേക്കും ഒക്കെ പോകാൻ പറ്റുമേ. അപ്പം നമുക്ക് ഈ വഴിക്ക് വേണം പോകാനായിട്ട്. സ്കൂൾ ബസ്സൊക്കെ പോകുന്ന കേട്ടോ. കല്ലാറ് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ ഈ ഭാഗത്താണ്. മോളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ. ഇവിടെയൊക്കെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു ഭാഗം. ഇവിടെയൊക്കെ കണ്ടില്ലേ, നല്ല നിരന്നൊഴുകുന്നൊരു വെള്ളച്ചാട്ടം. ഇതൊക്കെ എപ്പോൾ വേണേലും അതിശക്തമായിട്ട് മോളിൽ നിന്ന് വെള്ളം വരാം കേട്ടോ. ഏതോ ഒരു മഴക്കാലത്ത് ഒഴുകി വന്നിരിക്കുന്ന തടിയൊക്കെ ഇത്. വെള്ളം ഒഴുകി പോകുന്നതാണ് എന്തൊരു ഭംഗിയല്ലേ. അക്കരയിലെ ഏലക്കാടാണ്, ഏലത്തോട്ടങ്ങൾ ഇവിടുന്നും കാണാം കേട്ടോ. പക്ഷെ ഈ ഭാഗമൊക്കെ തെന്നിക്കിടക്കുവാണ്. പൈപ്പ് ലൈനൊക്കെ കിടക്കുന്നുണ്ട്. പാറ മൊത്തം തെന്നിക്കിടക്കാം. നോക്കി, ഓ ഇവിടുന്ന് നല്ലൊരു കുത്താട്ടോ താഴോട്ട് വെള്ളം. നമ്മൾ ഓപ്പോസിറ്റ് ഇവിടെ വരുമ്പോൾ ഈ വെള്ളച്ചാട്ടം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ മൂന്നാറിന് മംഗളം ഭാഗത്തേക്ക് വന്നു. 35 കിലോമീറ്റർ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ, തേരക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നു. പക്ഷേ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. നമ്മൾ വരികയാണെങ്കിൽ മൂന്നാറിന് ആ വഴിക്ക് ഇങ്ങോട്ട് വരുന്നത് നല്ലതാണ്. KSRTCയുടെ കുറച്ച് ഇപ്പുറത്തുനിന്ന് അമ്പലമില്ലേ, ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് ഇറക്കുന്ന വഴിക്കും കയറി വന്നാൽ മതി വിരിപാറ ഭാഗത്തേക്ക്. അപ്പം തൽക്കാലം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തുവാണേ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.